Hello friends, I am Vishnudas. Welcome to Mr. Ratter. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒരു അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് മെയിൻ ബോക്സ് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടി വന്നു. ഞാൻ ഫസ്റ്റ് വീക്ക് വാങ്ങി, എനിക്ക് ഫെബ്രുവരി ഫസ്റ്റ് വീക്കാണ് കിട്ടുന്നത്. മെയിൻ ബോക്സ് മാത്രം പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള ബോക്സ് മാത്രം ഉള്ള അതേപോലെ തന്നെ എനിക്ക് കിട്ടി. പക്ഷേ അതിൽ ഡ്രോണിൻ്റെ കവർ ഇത് മാത്രം എനിക്കൊന്ന് ഓപ്പൺ ചെയ്യേണ്ടത്. എനിക്കല്ല, എൻ്റെ ഒരു ബ്രദർ ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചിട്ടാണ്. കാരണം ജാനുവരി 31 മുമ്പ്, അതായത് നമ്മൾ ഡ്രോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഗവൺമെൻറ് സൈറ്റ് DGCA എന്നൊരു വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, സീരിയൽ നമ്പർ വേണ്ടിയിട്ട് മാത്രം എനിക്കത് ഇത് പൊട്ടിച്ച് എനിക്ക് അയച്ചത്. കാരണം ഇതല്ലാണ്ട് ഞാൻ ആ ഡ്രോൺ ഇപ്പോഴും ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല. അത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് സാധനം. ഞാൻ വാങ്ങിയിരിക്കുന്നത് DJI Mavic Miniയുടെ ഫ്ലൈ മോർ കോംബോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതായത് എക്സ്ട്രാ 3 ബാറ്ററി വരുന്ന കോംബോ. ഏറ്റവും ബെസ്റ്റ് എൻട്രി ലെവൽ ഡ്രോൺ എന്ന് വേണമെങ്കിൽ പറയാം ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. അതിൽ ഫ്ലൈ മോർ കോംബോ ആണ് ഏറ്റവും യൂസ്ഫുൾ. അതായത് ഇന്ത്യയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 68,000 റുപ്യോളം വരും ഇതിന്. ഇത് $500 എന്ന രീതിയിലാണ് ദുബായിൽ വിൽക്കുന്നത്. ഏകദേശം 36,000 രൂപയ്ക്ക് അടുത്ത് വരും. 35-36 അതിൽ കുറേ ഡിസ്കൗണ്ട് എനിക്ക് കിട്ടിയിരുന്നു ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലും പിന്നെ എൻ്റെ കാർഡിൻ്റെ കുറച്ച് ബെനിഫിറ്റായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഡ്രോൺ അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ക്യാമറ ആംഗിളൊന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് വയ്ക്കാം, ജസ്റ്റ് ഒന്ന് കവർന്ന്. അതിനുശേഷം നമ്മൾ ഈ ക്യാമറ ടോപ്പ് ആംഗിളിൽ വെച്ചിട്ട് നമ്മളെല്ലാ സാധനങ്ങളും പ്രോപ്പറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്താണ് സാധനം എന്ന് ഓരോന്ന് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാം കവർ പൊട്ടിച്ചിട്ട് കാണിച്ചാൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തിത്തരാം. നല്ല ഇതതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന കേസാണ്. ഫ്ലൈ മോർ കോംബോ വാങ്ങും, മറ്റേ നോർമലിൻ്റെ കൂടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഫ്ലൈ മോർ കോംബോ ഇതുണ്ട്, വേണ്ടില്ലേ ഡ്രോൺ. ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഗൂഗിൾ പിക്സൽ ഫോണാണ്. ഇതിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ലൈറ്റാണ് ഡ്രോൺ. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. 250 കണ്ട എൻ്റെ മൊബൈലിൻ്റെക്കാൾ ഒത്തിരി വലുപ്പം കുറവുള്ളൂ, നീളം കുറവ്. ഇത്രയേ ഉള്ളൂ ഡ്രോൺ എന്ന് പറയുന്നത്. വളരെ ചെറിയ ഡ്രോണാണ്. അപ്പോൾ ഡ്രോൺ എടുത്ത് ഇവിടെ വെച്ചു. ഇതാണ് ഡ്രോൺ. ഞാൻ ഓപ്പൺ ചെയ്ത് വയ്ക്കുകയാണ്. ജസ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്തു. ഇത്രയാണ് വലുപ്പം. ഇത് ഒരു കവറിങ് ഉണ്ട്, ഇത് റിമൂവ് ചെയ്യാം. അത് ആദ്യം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊന്നും എടുക്കാം. ഇതെടുത്തു. ഇതെന്താണ്? റിമോട്ട് കൺട്രോൾ ആണ്. അറിയാണ്ട് ബട്ടൺ ഓണാക്കിയിട്ട് ഓണായി. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ആ കവറുമ്പോൾ ഇതിൻ്റെ കവർ മാത്രമേ പൊളിച്ചുള്ളൂ. ബാക്കിയുള്ള അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കവർ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനെല്ലാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വയ്ക്കുക. ഇതെന്താണ്? വേണ്ട, കവർ പൊട്ടിക്കാൻ പോകുന്നുള്ളൂ. ഓപ്പൺ ചെയ്ത് ബാറ്ററി 3 ബാറ്ററി കിട്ടിയില്ല. 3 ബാറ്ററിയും പുറത്തുനിന്ന് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ്ങിൻ്റെ പോർട്ട്. ഇതെല്ലാം തിരിച്ച് നമ്മൾ വൃത്തിയായിട്ട് മടക്കി വെക്കണം. അടുത്തത് ഇതെന്താണ് സാധനം? ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ആദ്യം ജസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാം പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇത് എല്ലാം ഡാറ്റ കേബിളുകളാണെന്ന് തോന്നുന്നു. ഇതൊരു സ്ക്രൂ, ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സ് മാറ്റാനുള്ളത്. എന്താ ഉള്ളത്? ചെറിയ സാധനം കൂടി ഉണ്ടല്ലോ. ഓക്കെ, അതെ, എക്സ്ട്രാ ജോയ്സ്റ്റിക്കിൻ്റെ ഇത് ചെയ്തിട്ട് വയ്ക്കുകയാണ്. ഇതെന്താണിത്? എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സ്. അതും ഞാനിവിടെ മാറ്റി വയ്ക്കാം. ബോക്സ് അതേപോലെ തിരിച്ച് വയ്ക്കാം. നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കട്ടെ. ഇനിയുള്ളത് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ബാറ്ററി ആയിരിക്കാനാണ് സാധ്യത. അതെ, ബാറ്ററിയാണ്. പറഞ്ഞ പോലെ 3 ബാറ്ററി. ഓക്കെ, 3 ബാറ്ററികളാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 2 നമ്മുടെ സൈസ് ബാറ്ററികളാണ് ഇതിനകത്ത് എന്നുള്ളത്. ഇതെന്താണിത്? ഇത് ജസ്റ്റ് ബാറ്ററി ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ബോക്സിങ് ആണ്. അപ്പോൾ ഈ ബോക്സും കഴിഞ്ഞു. ഇനിയുള്ളത് അടുത്ത ബോക്സ്. മാനുവലും ബ്രോഷറാണെന്ന് തോന്നുന്നു. ഫ്ലൈ മോർ കോംബോ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അതെ, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് ആവശ്യം വരും. ഇതവിടെ ആയിക്കട്ടെ. ഇത് അതിൻ്റെ റൂൾസ് റെഗുലേഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ആക്സസറീസാണ്. എന്തൊക്കെയാണ്? ഇത് ചാർജർ, സെയിം തന്നെ മൊബൈൽ ചാർജറിൻ്റെ അത്രയും പോകുന്നൊരു ചാർജർ. വേറെ ഒന്നുമില്ല ഇതിൽ. ഇത് ഗാർഡ്സ്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഇതിലുള്ളത്. തൽക്കാലത്തേക്ക് പെട്ടികളൊക്കെ ഞാനിവിടെ വയ്ക്കുകയാണ്.
ഇനി നമുക്ക് ഓരോന്ന് ചെറുതായിട്ട് തുറക്കാം. അപ്പോൾ ഡ്രോൺ ഉണ്ടില്ലേ, ഇതാണ് സാധനം. തീരെ ചെറിയ സാധനമാണ്. ഇത് വെച്ചിട്ടുള്ള ഫൂട്ടേഴ്സൊക്കെ പൊള്ളിയായിരുന്നാൽ മതിയായിരുന്നു. ഇനി നമുക്ക് ചെറുതായിട്ട് ക്യാമറ ആംഗിളൊന്ന് മാറ്റിയിട്ട് എല്ലാം തുറക്കണം. ഓരോന്ന് എല്ലാം ഞാൻ പ്രൊപ്പല്ലേഴ്സൊന്നും എല്ലാം തുറക്കില്ല, ജസ്റ്റ് ഒന്ന് ഒരെണ്ണം തുറന്ന് കാണിച്ചു തരാം. പിന്നെ കേബിൾസ് എല്ലാം തുറക്കേണ്ടി വരും. ബാറ്ററി ഒരെണ്ണം തുറന്ന് കാണിച്ചു തരാം. പ്രൊപ്പല്ലേഴ്സും തുറക്കാം. അപ്പോൾ നമുക്ക് ആംഗിളൊന്ന് മാറ്റി പിടിക്കാം. നമുക്ക് സ്ട്രൈറ്റ് ആംഗിൾ മാറ്റിയിട്ട് ടോപ്പ് ആംഗിൾ, അപ്പോൾ കുറച്ചുകൂടി ക്ലോസപ്പിൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാം. മെയിൻ സാധനം നമ്മുടെ ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട്, അതൊരു പ്രൊട്ടക്ഷൻ കവറാന്ന് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, ക്യാമറ ഉണ്ട്. ഇത് ഇവിടെ സ്റ്റിക്കർ ഇനിയും പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. 249 ഗ്രാം അൾട്രാ വെയ്റ്റ്, അതായത് 250 ഗ്രാമിന് താഴെയുള്ളതെല്ലാം നാനോ ഡ്രോൺസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് അതിൻ്റെ റെഗുലേഷൻസ് ഇല്ല, ഇപ്പോഴാണ് റെഗുലേഷൻസ് വന്നത്. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട്, ചാർജിങ് പോയിൻ്റ്, എക്സ്ട്രാ ബാറ്ററി ഇടാനുള്ള ക്ലിപ്പ്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തത് ബാറ്ററി. ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇതാ ബാറ്ററി ചാർജർ, അതാ ഈ വഴിയാണ് ചാർജ് ചെയ്യുന്നത്. ഇതിന്ന് നമുക്ക് പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 3 ബാറ്ററിയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്ന് നമുക്ക് ചാർജ് പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതേപോലെ തന്നെ ഇതിലേക്ക് ചാർജ് ചെയ്യാനും പറ്റും. അത് ചാർജിങ് പോർട്ടാണത്. അത് മെമ്മറി കാർഡിൻ്റെ പോർട്ട്. ഓരോ കേബിളുകൾ, ഈ കേബിളിൽ അത് സ്ക്രൂ ഡ്രൈവറാണ്. അതായത് പ്രൊപ്പല്ലറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പ്രൊപ്പല്ലർ മാറ്റാനുള്ളത്. പ്രൊപ്പല്ലറും അതിൻ്റെ നട്ട്സും ഉണ്ട്. ഇത് ഞാൻ തുറക്കാം. ഒരെണ്ണം തുറക്കാം അല്ലേ. എല്ലാത്തിലും ഉണ്ട് നട്ട്സ്, എല്ലാത്തിലും നട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം തുറന്ന് കാണിക്കാം. എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സാണ്. സ്ക്രൂസൊക്കെ ഉള്ളിലുണ്ട്. പ്രൊപ്പല്ലർ പ്ലാസ്റ്റിക്കാണ് ഐറ്റം. അത് ജസ്റ്റ് എക്സ്ട്രാ വേണമെങ്കിൽ മാത്രം നമുക്ക്, അതായത് ഏതെങ്കിലും മരത്തിന് ഫ്ലൈ ചെയ്യുമ്പോൾ കേടാവുകയോ തട്ടിയിട്ട് ഇതാവുകയാണ് ചെയ്യുകയാണെങ്കിൽ മാറ്റാവുന്നത്. എക്സ്ട്രാ അത് അതിൻ്റെ അത് എല്ലാം ഉണ്ട്. ഇത് ഞാൻ മാറ്റിയൊക്കെയാണ്. ഇതും പ്രൊപ്പല്ലറാണ്. പിന്നെ ഉള്ളത് ഇതായത് പ്രൊപ്പല്ലർ വെക്കാനുള്ള സ്ക്രൂ ഡ്രൈവർ, അത് മാറ്റി വെച്ചു. സ്ക്രീൻ വല്ലാണ്ട് ക്രാംഡ് ആവാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒക്കെ സ്ക്രീനിൻ്റെ, അതായത് ഇതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവയ്ക്കുന്നതെല്ലാം. 3 USB കേബിളാണുള്ളത്, അതായത് 3 ടൈപ്പ് ഫോണിന്. ഇതാണ് ഡാറ്റ കേബിൾ നേരിട്ട് ചാർജ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് അടുത്തൊരു രണ്ട് USB കേബിളുണ്ടല്ലോ. 2 കേബിൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരെണ്ണം പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാം, ഒരെണ്ണം ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ 2 ഡാറ്റ കേബിളുണ്ട്, ഇതുണ്ട്. പിന്നെ 3 കേബിളുകളുണ്ട്. അതായത് നോർമൽ മൊബൈൽ കേബിൾ, പിന്നെ USB-C ടൈപ്പ്, പിന്നെ ഐഫോണുള്ളത്. ഇത് 3, അതായത് ഫോൺ കണക്ട് ചെയ്യാനുള്ളതെന്ന് തോന്നുന്നുണ്ട്. അതായത് ഇതാണ് സാധനം, ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്കിൻ്റെ വടികൾ ഇതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് ഫോൺ കണക്ട് ചെയ്യാനുള്ളത്. ഈ പോർട്ടിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ. ബ്ലൂടൂത്ത് വഴിയല്ല എന്ന് തോന്നുന്നു കണക്ട് ചെയ്യണത്. ഇനിയൊരു സാധനം കൂടി അൺബോക്സ് ചെയ്യാനുണ്ട്. പുറക്കാണ്ടല്ലോ, അതിൻ്റെ ഫ്ലൈയിങ് മഡ് ഗാർഡ്. 249 ഗ്രാമിന് താഴെ, 250 ഗ്രാമിന് താഴെയുള്ളത് മാത്രമേ നാനോ ഡ്രോൺസ് ആയിട്ട് കൂട്ടൂ. ഈ സാധനം വെച്ച് കഴിയുമ്പോൾ 251 ഗ്രാം ആവുന്നു എന്നാണ് പറയുന്നത്. ഈ രീതിയിലാണ് തോന്നുന്നത്. പ്രൊപ്പല്ലേഴ്സ് ഫോർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അപ്പോൾ നല്ല വലിപ്പം തോന്നും. ഇത് രണ്ടെണ്ണം ലെഫ്റ്റ് റൈറ്റിലും വയ്ക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഡ്രോണിൻ്റെ ഫുൾ ഐറ്റംസ്. ഫ്ലൈമോർ കോംബോയിൽ വരുന്നത്. ഞാനിത് വാങ്ങിയത് ദുബായിലെ ഒരു ഷെയറി എന്ന് പറഞ്ഞ എന്തോ ഷോപ്പിൽ നിന്നാണ്. അതായത് ഏകദേശം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു ഞാൻ നോക്കുന്ന സമയത്ത്. ഒരു കടയിലും അവൈലബിൾ അല്ല. എന്നിട്ട് ഞാൻ ഒരുപാട് കുറേ ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് ഡിസംബർ ലാസ്റ്റിലേക്ക് ദുബായ് ഷോപ്പിംഗ് വരുന്ന സമയത്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ മേടിക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എവിടെയും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കി വെച്ചിരുന്ന മല്ലു ട്രാവലർ എന്ന് പറഞ്ഞൊരു ബ്ലോഗർ ഉണ്ടായിരുന്നു. ആൾ ഒരു അഡ്രസ്സ് മെൻഷൻ ചെയ്തിരുന്നു. അവിടെ പോയി അന്വേഷിച്ചു, അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക്. അവർ പറഞ്ഞു സ്റ്റോക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു സ്റ്റോക്കിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഷെയറി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ കണ്ട് അപ്പം തന്നെ പോയി ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചതാണ്. അവിടെ 2 റൗണ്ട് ബാക്കിയുണ്ടായിരുന്നുള്ള കാരണം ഞാൻ വാങ്ങി. ഇപ്പോഴും ദുബായിൽ എടുത്ത് പോയി കഴിഞ്ഞാൽ മിക്കത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇനി ഏതായാലും ഞാനിത് ബാറ്ററിയൊക്കെ ഒന്ന് ചാർജ് ചെയ്യാൻ വയ്ക്കുകയാണ്. ചാർജ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതും ഫോണുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഞാനിതിൻ്റെ സോഫ്റ്റ്വെയർ പറപ്പിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു. ചാർജ് ചെയ്ത് വെച്ചേക്കണം. ഞാനിത് 3 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്തു. ചാർജ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഏത് 3 ബാറ്ററിയിലും ഏകദേശം 50%, 25%, 20% ചാർജ് ഇങ്ങനെയാണെന്ന് വയ്ക്കുക. അത് പല രീതിയിൽ പ്ലേസ് ചെയ്താൽ ഏറ്റവും ആദ്യം ചാർജ് ചെയ്യപ്പെടുന്ന 50% ബാറ്ററിക്ക്, അതായത് ഏറ്റവും പെട്ടെന്ന് ചാർജ് കയറി കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് വെച്ചാൽ. ഇതിൻ്റെ ഉള്ള എന്താ ചിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നോക്കി കറക്റ്റായിട്ട് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ചാർജുള്ളത് ചെയ്യും, പിന്നെ അതിന് ശേഷമുള്ളത് അങ്ങനെയാണ് ചാർജ് ചെയ്തത്. ഇപ്പോൾ 3 ഫുൾ ചാർജാണ്, അത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ ഒപ്പം നമ്മുടെ ഇത് റിമോട്ട് ഞാൻ ചാർജ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ബാറ്ററി ഇടാം. ഞാൻ ഏതായാലും മൊബൈലിൽ ഇനി ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് ഇതിൻ്റെ ആപ്പിൻ്റെ പേര് ഫ്ലൈ ആപ്പ്. അത് OnePlus പഴയ OnePlus 2 ആണ്, അപ്പോൾ C ടൈപ്പാണ്. അപ്പോൾ അത് ഞാനെടുത്ത് രജിസ്റ്റർ ചെയ്യാണ്. ഇത് കണക്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറച്ച് നേരം എടുത്ത് ഫിഗർ ഔട്ട് ചെയ്യാൻ, കാരണം അത് എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ഫോൺ ഞാൻ പ്രോപ്പറായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് കണക്ട് ചെയ്തു, ഇതിൻ്റെ കണക്ടർ വെച്ചിട്ട്. എന്നിട്ട് 2 പ്രാവശ്യം ഈ പവർ ബട്ടൺ കേട്ട് 1 പ്രാവശ്യം കൂടി അമർത്തി കഴിഞ്ഞാൽ ഇതിലൊരു ഒച്ച കേൾക്കും, ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ഡ്രോണിലും അതേപോലെ ചെയ്തു. അത് കണക്റ്റഡായി. ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പച്ച ലൈറ്റ് പിന്നീട് കാണാം, അതായത് കണക്റ്റഡായി എന്നാണ് അർത്ഥം, ഗ്രീൻ ലൈറ്റ്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൽ പോവുക. ഇനി നമുക്ക് ഇതിലാണ് പണി. ആപ്പിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട്, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് ക്ലാരിറ്റിക്കൊന്നും ഒരു കുറവില്ല. ടേക്ക് ഓഫ് വിത്ത് കോഷൻ, അതായത് ഞാനിപ്പോൾ ഉള്ളേരിയ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഞാനിപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ചെയ്യണം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അപ്ഡേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്ഡേഷൻ കഴിഞ്ഞ് അപ്ഡേഷൻ കഴിഞ്ഞ് വേണ്ട, ക്യാമറ എങ്ങനെ മൂവ് ചെയ്താലും താഴത്തേക്ക് തന്നെ നേരെ തന്നെ നോക്കുള്ളൂ, എങ്ങനെ ടേൺ ചെയ്താലും. ഞാനിത് ജസ്റ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇൻഡോർ ആയ കാരണം ഞാൻ അധികം ഒന്നും ഓടിക്കുന്നില്ല, ജസ്റ്റ് പൊക്കണതും താഴത്തുനിന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ക്യാമറ ആംഗിൾ മാറ്റി ഞാൻ ഫ്രണ്ട് ആംഗിൾ നിന്നാക്കിയിട്ട് ഞാൻ അത് കാണിച്ചു തരാമെന്നാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ആംഗിൾ നിന്നാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്ന് ടേക്ക് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഡോർ ആയ കാരണം എത്രത്തോളം നേരെ ഫ്ലൈറ്റ് ചെയ്യുന്നുണ്ട് ഇതെന്ന് ക്യാമറയുടെ ബാക്കിൽ വരാം. ആദ്യമായിട്ടാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാനും പോണത്. ഞാനിപ്പോൾ എന്തായാലും നോക്കട്ടെ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് നമ്മൾ പറപ്പിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് നല്ലൊരു ഏരിയ കിട്ടിയാൽ മാത്രമേ ഇങ്ങോട്ട് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് നല്ല കിടിലൻ ഫുട്ടേജ് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം അതിൻ്റെ ഫുട്ടേജ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്.
ക്ലിപ്പോട് കൂടി എൻഡ് ചെയ്യുകയാണ്. ഞാൻ ആകപ്പാടെ രണ്ട് ചെറിയ ഫുട്ടേജസ് ഞാനിവിടെ അടുത്ത് ഷൂട്ട് ചെയ്ത്, എൻ്റെ ഒരെണ്ണം ഫ്ലാറ്റിൻ്റെ മുകളിലും പിന്നെ ഇവിടെ അടുത്ത് മടിവാള ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട് ബാംഗ്ലൂരിൽ, ഇവിടെ പോയി ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ 2 ക്ലിപ്പുകൾ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഈ ഡ്രോൺ ഉപയോഗിച്ച് കൂടുതൽ ഷോർട്സ് ഞാൻ എൻ്റെ വരുന്ന ട്രാവൽ വീഡിയോസിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ ഷോർട്സ് എടുക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ബേസിക്കായിട്ട് ചെറുത് 2 എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷനും ടേൺ ഓൺ ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. കൂടാതെ ഈ ഡ്രോൺ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിൽ ആമസോണിൻ്റെ ലിങ്ക് ഇടാവുന്നതാണ്. പിന്നെ കൂടാതെ ചെന്നൈയിലൊരു ഡീലർ ഉണ്ട്, അയാളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവിൽ ഇന്ത്യയിൽ വെക്കുന്നത്. ഏകദേശം 55,000 റുപ്യാണ് മാവിക് മിനിയുടെ കംപ്ലീറ്റ് കോംബോ പാക്കേജിന് ചാർജ് ചെയ്യണത്. ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ അൺബോക്സിങ്, ട്രാവൽ, അടിപൊളി ആപ്പുകളുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.